നമസ്കാരം മക്കളെ. ഇന്ന് വളരെ വിഷമത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം 2-3 ദിവസങ്ങളായിട്ട് ടി വിയിലും പത്രത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുണ്ട്. മാളു എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന വിസ്മയ എന്ന പെൺകുട്ടിയുടെ ദുരൂഹ സാഹചര്യത്തിലുണ്ടായ മരണം. അത് കൊലപാതകമോ ആത്മഹത്യയോ എന്താണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ ഒരുപാട് പേരെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാനും ഒരു അമ്മയാണ്, അമ്മായിയമ്മയാണ്, അമ്മമ്മയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരി, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. വിവാഹപ്രായം എത്തിയാൽ വിവാഹം കഴിക്കണം, അതൊക്കെ ആവശ്യം തന്നെ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ തീരുമാനം എടുക്കണം. സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ത്രാണി ഉണ്ടായിട്ടേ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. പഠിച്ച് ജോലി നേടി എങ്ങനെയായാലും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ കുട്ടി 4ാമത്തെ സെമിസ്റ്റർ, പ്രൊഫഷണൽ കോഴ്സിന് 4ാമത്തെ സെമിസ്റ്റർ പഠിക്കുകയാണ്. അവൾക്ക് പരീക്ഷ എഴുതാൻ പോലും സാധിച്ചില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ അച്ചടക്കത്തോടുകൂടി വളർന്നു വന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം. ജീവിത സാഹചര്യങ്ങളുമായിട്ട് അവൾ പൊരുത്തപ്പെടാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടാവും. 1 വർഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടാവും. ആ പീഡനങ്ങൾ അവളിൽ എത്രമാത്രം ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം, അല്ലേ? എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു കുട്ടി, അവൾക്ക് ഇതുപോലെ ഒരു വിവാഹാലോചന വന്നു. അവളുടെ അച്ഛൻ മരിച്ചുപോയി, അമ്മയും ഒരു സഹോദരിയും മാത്രമേ ഉള്ളൂ. ഇടത്തരക്കാരാണ് അവർ. ഈ പെൺകുട്ടി IT വിദഗ്ധ, നല്ല ജോലിയുണ്ട്. അപ്പോൾ ഒരു വിവാഹാലോചന വരെയാണ്. അവർ ചെറുക്കൻ വ്യവസായ ആണ്, തൊഴിൽ, നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. ഈ കുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വന്നത്, മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വന്ന് പെൺകുട്ടിയെ കണ്ടു. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അമ്മയും പിന്നെ ഒരു സഹോദരിയുണ്ട്, അതിൻ്റെ കല്യാണം കഴിഞ്ഞാണ്. അമ്മയും ഇവിടെ മാത്രമാണ് വീട്ടിലുള്ളത്. അങ്ങനെ വിവാഹം തീരുമാനിച്ചു. ബന്ധുക്കളൊക്കെ വന്ന് വിവാഹം തീരുമാനിച്ചു. നിശ്ചയമായി. നിശ്ചയത്തിൻ്റെ അന്ന് ഈ പയ്യൻ പെൺകുട്ടിയുടെ കാലിൽ ഒരു കാലിൽ സ്വർണ്ണപാദസരം ഇട്ടുകൊടുത്തു. അതെല്ലാവരും അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഒരു ചടങ്ങില്ലല്ലോ, മോതിരമാറ്റമല്ലേ ഉള്ളൂ. പക്ഷേ പാദസരം ഇടിച്ചെന്തിനാ എന്നൊരു സംശയം വന്നു. അപ്പോൾ സമ്പന്നരായതുകൊണ്ടായിരിക്കാം എന്ന് കരുതി അതങ്ങ് തള്ളിവിട്ടി. ഈ നിശ്ചയത്തിൻ്റെ ഫോട്ടോ എല്ലാം ഈ പെൺകുട്ടി ഓഫീസിൽ കൊണ്ടുപോയി കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ കാണിച്ചു. എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഒരു കുട്ടി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, ഇയാളാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോണത്, തൊലഞ്ഞ്. അപ്പം ചോദിച്ചു, എന്താ നിനക്കറിയോ? പിന്നെ അറിയാന്നാ, ഇവൻ എന്നെയും കല്യാണം ആലോചിച്ച് വന്നതാ. ഇവൻ പെൺവാണിഭത്തിൻ്റെ ഏജൻ്റാണ്, ഭയങ്കര തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞു. ഇവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. നേരാന്ന് വെച്ചാൽ സത്യം, നിനക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ നീ ഫോട്ടോ കൊണ്ടൊന്നും ഞങ്ങളെ കാണിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ വീട്ടിൽ ചെന്ന് ആ പാദസരം ഊരി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെന്ന് പെൺകുട്ടി തീരുമാനിച്ചു. പക്ഷെ എല്ലാവരും വഴക്ക് പറഞ്ഞു, വെറുതെ അസൂയ കൊണ്ട് പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. ഇല്ല, ഞാനിത് കണ്ടുപിടിക്കും. അവള് അതിനായിട്ട് കാച്ചകെട്ട് ഇറങ്ങി കണ്ടുപിടിച്ചു സത്യമായിരുന്നത്. അതോടെ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. പിന്നീട് 1 വർഷത്തിന് ശേഷമാണ് അവളുടെ വിവാഹം നടന്നത്. അതൊരു നല്ല പയ്യനെ കണ്ടെത്തി വിവാഹം കഴിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ഇവിടെ ഞാൻ കണ്ടത് അഭ്യസ്തവിദ്യയായ പെൺകുട്ടിയുടെ ധൈര്യമാണല്ലേ. കാരണം അച്ഛനും അമ്മയെല്ലാം അനുസരിച്ച് അനുസരണയോട് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയൊരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ജീവിതം നമ്മുടേതാണ്. അപ്പോൾ തൻ്റെ ഇടം കാണിക്കേണ്ടടുത്ത് തൻ്റെ ഇടം കാണിക്കുക തന്നെ വേണം. അല്ലാതെ എല്ലാം സഹിച്ച്, പണ്ടുള്ള ആളുകൾ പറയണ പോലെ പെൺകുട്ടികൾ കുടുംബത്തിൽ പെൺകുട്ടി ജനിച്ചാൽ പറയും, അയ്യോ ഇത് അന്യൻ്റെ സ്വത്താണ്,
ആൺകുട്ടിയാണെങ്കിലോ അവനാണ് ഈ കുടുംബത്തെ നിലനിർത്തേണ്ടത്. അപ്പോ ഒരു കുഞ്ഞ് ജനിച്ചു വീണാ തുടങ്ങി ആ ആൺപെൺ വ്യത്യാസം ഉണ്ട് കുടുംബങ്ങളിൽ, അല്ലെ? ആൺകുട്ടിക്ക് വലിയ പ്രാധാന്യം, പെൺകുട്ടി അന്യന്റെ മുതലാന്ന് പറയും. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ തെറ്റുപറ്റുന്നത്. ആൺകുട്ടിയും പെൺകുട്ടിയും അച്ഛനമ്മമാരുടെ പ്രിയപ്പെട്ടവരായി തന്നെ അവരെ വളർത്തണം. കാരണം ഈശ്വരൻ മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താൻ. ആ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഉള്ളതെന്നുള്ളത് എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ മനസ്സിലാക്കാത്തത്? അപ്പോൾ ചെറുപ്പം മുതലേ ഈ ആൺകുട്ടികൾക്ക് ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുത്ത് വളർത്തുന്നു. അവർ വിദ്യാഭ്യാസം ചെയ്യുന്നു, അവരെ ജോലി നേടി കഴിയുമ്പോൾ തരം തെറ്റി. കാരണം അവരിലൂടെ സമ്പത്ത് വരുത്തണം, സ്ത്രീധനം അത് വാങ്ങാൻ ഉള്ള ഒരു ആർത്തി പല കുടുംബങ്ങളിലും കാണാം. പക്ഷേ അതില്ലാതാക്കണം എന്ന് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഓരോരുത്തർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആചാര്യന്മാർ നമ്മളോട് ഉപദേശിച്ചു, പക്ഷെ ഒരു രക്ഷയുമില്ല. ഞാൻ സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്, അപ്പൊ എനിക്കും കിട്ടണം എന്നുള്ള ചിന്താഗതിയാണ്. ഇനി ആൺകുട്ടികൾ എങ്ങനെയാണ്? സർവ്വസമ്പന്നരായിട്ടാണ് അവർ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് വളരുന്നത് കൊണ്ട് ഒട്ടുമുക്കാല് അഭ്യസ്തവിദ്യരായ കുട്ടികളും കുറെ ദുശീലങ്ങളുള്ളവരായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ഞാൻ പറയില്ലെന്ന് കേട്ടാ, കുറച്ചു പേരെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ധാരാളിത്വം, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടി യുവജനങ്ങളിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവരുടെ ജീവിത ശൈലിയെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതും ഒരു തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ പണ്ടും ഇങ്ങനെ പഠിക്കുമ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടികളുണ്ട്. ഭാഗ്യത്തിന് കുറേ പേരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് ആഗ്രഹങ്ങളൊന്നും സാധിച്ചെന്ന് വരില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ അവരുടെ കയ്യിലാണ്. പെൺകുട്ടി പഠിച്ചാലും ജോലിക്ക് വിട്ടില്ലെന്ന് വരും, അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടി വരും. അങ്ങനെ അഭ്യസ്തവിദ്യരായ പലരും ജോലിക്ക് പോകാൻ കഴിയാത്തവരായി വേദനയോടുകൂടി ജീവിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഒരു നല്ല ബന്ധം, അതും സർക്കാർ ഉദ്യോഗസ്ഥൻ, അയാൾ വിട്ടുപോകുക എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളെ നിർബന്ധപൂർവം കല്യാണത്തിന് നിർബന്ധിക്കുന്ന ചില മാതാപിതാക്കളും ഉണ്ട്. അവരെല്ലാം വാരിക്കോരി കൊടുത്ത് അവളെ കല്യാണം കഴിപ്പിച്ചു വിടുകയാണ്. പിന്നെ ആ പടം കണ്ടപ്പോഴും ഇതിനു മുമ്പും നമുക്ക് ഉത്തരയുടെ കഥ, ഉത്തരയെക്കുറിച്ചെല്ലാം ഉത്തര എന്ന് പറഞ്ഞ പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചതേ, അതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്ത്രീപീഡനത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ്, അല്ലേ? അപ്പോൾ പെൺകുട്ടികൾ എന്ത് വേണം? തൻ്റെ ഇടം അവർക്ക് കൂടിയേ പറ്റൂ, തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. കാരണം ഏത് സാഹചര്യത്തിലും എല്ലാം സഹിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ഈ വിസ്മയുടെ കാര്യത്തിലാണെങ്കിൽ വിവാഹമോചനം വരെ എത്തിയതാണ്, പക്ഷേ ആ പരാതി പിൻവലിച്ചു. ഈ കുട്ടി ഒരുപാട് പീഡനങ്ങൾ സഹിച്ചെന്നുള്ളതിന് തെളിവുണ്ട്. എന്നിട്ട് പോലും അവളെ രക്ഷിക്കാൻ മാതാപിതാക്കൾക്കും അവളുടെ ബന്ധുക്കൾക്കും കഴിഞ്ഞില്ലെന്നുള്ളത് ഒരു വലിയ ദുഃഖകരമായി പോയില്ലേ? അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എൻ്റെ കുട്ടികൾക്ക് ആർക്കും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് പറയാൻ തീരുമാനിച്ചത്. പിന്നെ ഇന്നത്തെ കാലത്ത് അഭ്യസ്തവിദ്യരായിട്ടുണ്ടെങ്കിൽ പോലും അവരെ ചിലർ നല്ല മദ്യപാനികളും കഞ്ചാവ് വലിക്കുന്നവരും ഒക്കെ ആണ്. കുറേ പേരെങ്കിലും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കഞ്ചാവിന് മണമൊന്നും ഇല്ലാത്തത് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ സുഹൃത്ത് വലയങ്ങൾ, അത് ഇവരെ വല്ലാതെ സ്വാധീനം ചെയ്യും. ഈ പെൺകുട്ടി ഒരിടത്ത് പറഞ്ഞതായിട്ട് പറഞ്ഞു, അങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന്. പാവം, എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായെങ്കിലും ശരി, വീണ്ടും പോയി നന്നാക്കിയെടുക്കാൻ അവൾ ആഗ്രഹിച്ചു. അവളെ പരീക്ഷയ്ക്ക് പോലും പോവാൻ ആ ഭർത്താവ് അനുവദിച്ചില്ല എന്ന് വരുമ്പോൾ അതത്ര നിസ്സാരമായി കാണാവുന്ന ഒന്നാണ്? എനിക്ക് തോന്നുന്നില്ല. അന്നേ ആക്ഷൻ എടുക്കേണ്ടതായിരുന്നു. ഇനി പോയ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് വേദനിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇനിയത്തെ തലമുറയെങ്കിലും നല്ല ധൈര്യത്തോടുകൂടി ജീവിതത്തിനെ നേടാൻ പഠിക്കണം. കുടുംബം, എൻ്റെ അച്ഛനമ്മമാർ വേദനിക്കുമല്ലോ എന്നൊക്കെ കരുതി എല്ലാം സഹിക്കുക, അത് തന്നെ മറ്റുള്ളവർ മുതലെടുക്കുകയും ചെയ്യും. അതിനവസരം നിങ്ങൾ കൊടുക്കരുത്. അതുപോലെ ആൺകുട്ടികളുടെ വീടുകളിലും
ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് എത്ര തന്ത്രശാലികളാണെന്ന് നോക്കിയേ. അവർ നമ്മളെ പാട്ടിലാക്കാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. അതിലൊന്ന് വീണുപോകരുത്. ഈ പെൺകുട്ടിയെ കോളേജിൽ ചെന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അല്ലേ? അപ്പം എത്ര തന്ത്രശാലി ആയിരിക്കണം. പണ്ടൊക്കെ മുഖം മനുഷ്യന്റെ കണ്ണാടിയാണെന്ന് പറയും. ഈ പടത്ത് നോക്കിയിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര ഐശ്വര്യമുള്ള ഒരു പയ്യനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥ, ഇപ്പൊ കോടതിയിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം ഒരു 7 വർഷത്തെ ശിക്ഷ കഴിഞ്ഞാൽ ഇവരെല്ലാം പുറത്തിറങ്ങും, വീണ്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം എത്ര സംഭവങ്ങളായി. പിന്നെ ഞങ്ങളുടെയൊക്കെ കാലത്തും അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ പ്രണയത്തിന് പരിശുദ്ധതയുണ്ടായിരുന്നു, അന്നത്തെ വിവാഹത്തിനും പരിശുദ്ധതയുണ്ടായിരുന്നു. കാരണം പരസ്പരമുള്ള സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഡൈവേഴ്സൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. കല്യാണം കഴിഞ്ഞാൽ വളരെയധികം വേഗം ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ജീവിത രീതി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അടിമകളെ പോലെ ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധൈര്യത്തോടെ സാഹചര്യങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയണം. ഈ പെൺകുട്ടിക്കും ധൈര്യമുണ്ടായിരുന്നു എന്ന് അമ്മ പറയുന്നു. പക്ഷെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അവൾ വീണ്ടും ആ ഭർത്താവ് വിളിച്ചപ്പോൾ പോയത്. തന്ത്രശാലികളാണ് പുരുഷന്മാർ, അത് നമ്മൾ മനസ്സിലാക്കണം. ആ തന്ത്രത്തിൽ നമ്മൾ വീഴാതിരിക്കാനാണ് ഇനിയത്തെ തലമുറയിലെ പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധാലുക്കളാകേണ്ടത്. പിന്നെ വിവാഹം ഒരു മധുചഷകമാണെന്നൊന്നും ചിന്തിച്ചു പോകരുത്. അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് താനും. അപ്പോൾ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒളിച്ചോടി പോന്നവരും അങ്ങനെ കല്യാണം കഴിച്ചവർ ഇന്നും വർഷങ്ങളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത് എനിക്കറിയാം. കാരണം ആ പ്രേമത്തിനൊക്കെ വളരെയധികം മൂല്യങ്ങളുണ്ടായിരുന്നു. അത് സ്നേഹത്താൽ ബന്ധിതമായിരുന്നു എന്നതുകൊണ്ടാണ് ഇന്നും കുറച്ച് വരെ എനിക്കറിയാം സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു. പക്ഷേ ഇന്നത്തെ ഓരോ വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളോട് ഇത് പറയാമെന്ന് വെച്ചത്. അതുപോലെ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നോക്ക്, ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും അവരോട് എനിക്ക് ബഹുമാനമാണ്. കാരണം അന്നൊന്ന് ജോലി ചെയ്യുന്നത് കിട്ടുന്ന പണം വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ധാരാളം ചെറുപ്പക്കാരെ എനിക്കറിയാം. വലിയ പ്രൊഫഷൻ ഒന്നും അവർക്കില്ല, പക്ഷേ ആ കൊച്ചു വീട്ടിൽ ആഹ്ലാദവും സമാധാനവുമുണ്ട്. പണത്തിൻ്റെ പുറകെ പോകുന്ന ആർത്തി അവർക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കളെ, ആൺകുട്ടികളെ, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഒരു കുടുംബം പോറ്റാൻ ത്രാണിയുള്ളപ്പോൾ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ കരുതരുത്. അത് നട്ടല്ലില്ലാത്തവൻ്റെ ഒരു പ്രകൃതമാണെന്ന് മനസ്സിലാക്കുക. ഈ പൊങ്ങച്ചം കാണിച്ചിട്ട് എന്തിനാ? ജീവിതം പൊങ്ങച്ചം കാണിക്കാനുള്ളതല്ല, സന്തോഷത്തോടെ പരസ്പരം ജീവിച്ചു തീർക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ പൊങ്ങച്ചം കാണിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ച് എന്ത് നേടാനാണ്? അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. കുറേ കൂടി ജാഗരൂകരായിരിക്കുക. ജീവിതത്തിനെ നിങ്ങൾ നേരിടുമ്പോൾ വിധി എന്ന് പറഞ്ഞ് എല്ലാം സഹിക്കേണ്ട ആവശ്യമില്ല. വിധി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഈ കോവിഡ് വീട്ടിലെല്ലാം ഇരുന്ന് വല്ലാതെ കഷ്ടപ്പെടുന്ന നമ്മൾ പറയുന്നു ഇതെല്ലാം ഒരു വിധിയാണെന്ന്. എന്ത് വിധി? മനുഷ്യൻ തന്നെയല്ലേ ഈ മാരക രോഗാണുവിനെ കണ്ടുപിടിച്ചത്. അതുപോലെ നമ്മുടെ എല്ലാം വിധി എന്ന് പറയുന്നതിന് ഉത്തരവാദികൾ കുറച്ച് നാം തന്നെയാണ്. അപ്പോൾ ആ വിധിക്ക് സ്വയം അടിമപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ജീവിതത്തിനെ കെട്ടിപ്പൊക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കേണ്ട സമയത്ത് അനുസരിച്ച് തന്നെയാണ് ഒട്ടുമുക്കാല് പെൺകുട്ടികൾ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് മറ്റുള്ള കുടുംബത്തിൽ പോയാൽ പലതും നേരിടാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷെ നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തണം.
എന്താ പാകപ്പെടുത്തേണ്ടത്? അനീതി കണ്ടാൽ എവിടെയാണെങ്കിലും ചെറുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് അഭയം തന്നില്ല എങ്കിലും അനാഥാലയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹോസ്റ്റലുകളുണ്ട്, അവിടെ പോയി തൻ്റെ ഇടത്തോടെ ജീവിക്കണം. മനസ്സിലായ? നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത്. ആൺകുട്ടികളായി ജീവിക്കുക. അവർ നാളെ കൊലപാതകികളും കുറ്റവാളികളും ആകരുത്. ഈ ഞാൻ പറയുന്ന കേൾക്കുന്ന കുട്ടികളെങ്കിലും നാളെ ഈ ഗണത്തിൽ പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിക്കുകയാണ്. കാരണം നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവൻ നശിപ്പിക്കാൻ അവസരമുണ്ടാക്കരുത്. അതിന് നിങ്ങളുടെ മനസ്സിനെ നല്ലോണം പാകപ്പെടുത്തുക. ലക്ഷ്യബോധത്തോടെ, ഈശ്വരവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറണമെന്നാണ് ഈ ടീച്ചറമ്മയ്ക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്.